السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، وشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ കിതാബു തൗഹീദിലെ ഒന്നാമത്തെ തെളിവായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്ത ആയത്ത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അത് നമ്മുടെ വിഷയവുമായി കിതാബു തൗഹീദിൻ്റെ വിഷയവുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞ ഇബാദത്ത്, ആ ഇബാദത്ത് എന്നത് രണ്ട് രൂപത്തിൽ അത് നിർവചനം പറയും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഒന്ന്, ഒരു വ്യക്തി നിർവഹിക്കുന്ന പ്രവർത്തനത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിർവചനം പറയും അല്ലേ. ഒരു വ്യക്തി ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ആർക്കെ പറയാൻ പറ്റുക? ഒരു വ്യക്തി ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തി ചെയ്യുന്നത്? നിസ്കരിക്കലാകാം, നോമ്പൊൽക്കലാകാം, ഹജ്ജ് ചെയ്യലാകാം, അങ്ങനത്തെ ഇബാദത്തിന്റെ ഏത് രൂപവുമാകാം. പക്ഷെ ആ വ്യക്തിയുടെ ഒരു അവസ്ഥ നമുക്ക് പരിഗണിച്ചുകൊണ്ടൊരു നിർവചനം പറയാൻ പറ്റും അല്ലെ. ആ വ്യക്തിയുടെ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നിർവചനം പറയാൻ പറ്റും. അദ്ദേഹം അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ് അല്ലെ, അള്ളാഹുവിന് വിധേയപ്പെടുകയാണ്, അള്ളാഹുവിന് താഴ്മപ്പെടുകയാണ്, വിനയാന്വിതനാവുകയാണ്, തദല്ലുലാണ്. എങ്ങനെയാണത് അദ്ദേഹം നിർവഹിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും വിലക്കുകൾ വെടിഞ്ഞുകൊണ്ടുമാണ്. ആ കൽപ്പനകൾ അനുസരിച്ചും വിലക്കുകൾ വെടിഞ്ഞുകൊണ്ടും അദ്ദേഹം അള്ളാഹുവിന് കീഴൊതുങ്ങുമ്പോൾ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവുമാണ് അതിൻ്റെ പ്രേരകം. അത് മുഖേനയാണ്, അല്ലെങ്കിൽ അതുണ്ടായിരിക്കെയാണ് ആ കീഴൊതുങ്ങൽ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത്. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഒരവസ്ഥ എവിടെ വന്നോ അതൊക്കെ എന്തായി മാറി? ഇബാദത്തായി മാറി. അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൽപ്പനകളും വിരോധങ്ങളും അനുസരിച്ചുകൊണ്ട് കീഴൊതുങ്ങുന്നുണ്ടെങ്കിൽ അതാണ് ഇബാദത്ത്. ആ അങ്ങേയറ്റത്തെ സ്നേഹവും കീഴ്വണക്കവും എവിടെയും വന്നാൽ അതൊക്കെ എന്തായി മാറും? ഇബാദത്തായി മാറും. അതുപോലെ നമ്മൾ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിസ്കരിക്കുക, നോമ്പൊൽക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് ചെയ്യുക, അതൊക്കെ ഇബാദത്തിന്റെ ഓരോ രൂപങ്ങളാണ്. ഈ രൂപങ്ങളെല്ലാം കൂടി നമ്മൾ കൂട്ടി വെച്ചാൽ നമുക്കൊരു നിർവചനം കിട്ടും. അതെന്താ? അള്ളാഹു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ്. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നാമം. ആ വാക്കും പ്രവർത്തനവും വാക്കിലും പ്രത്യക്ഷമായതുണ്ടാവും, പരോക്ഷമായതുണ്ടാവും. പ്രവർത്തനത്തിലും പ്രത്യക്ഷമായതുണ്ടാകും, പരോക്ഷമായതുണ്ടാവും. അങ്ങനെ രണ്ട് രൂപത്തിൽ അതിന് നിർവചനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ യഅ്ബുദൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവഹിദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ആരാണ്? മുൻഗാമികളിൽ നിന്ന് ഒരാളെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആരാണത്? ഇമാം കൽബി റഹിമഹുല്ല, ഇമാം ബുഖാരി റഹിമഹുല്ല ആ അർത്ഥം തൻ്റെ സഹീഹിൽ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. ഇമാം ബുഖാരി ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ട് ഇമാം ബുഖാരി പറഞ്ഞു ഐ ലിവഹിദൂൻ. ഇമാം ബുഖാരി അർത്ഥത്തെ ശരിവെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതുപോലെ തന്നെ നമ്മൾ ആ യഅ്ബുദൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുൻഗാമികൾ പറഞ്ഞ വ്യത്യസ്ത വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഓരോ വിശദീകരണവും എന്തർത്ഥത്തിലാണ് അവർ പറഞ്ഞത് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ചില മുൻഗാമികൾ അതിനർത്ഥം വെച്ചത് എങ്ങനെയാണ്? ഇല്ലാലി ആമുറഹും അൻഹാഹും, ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് അവരെന്നെ ആരാധിക്കുവാൻ വേണ്ടിയാകുന്നു
എന്ന ആയത്തിന് ചില മുൻഗാമികൾ വിശദീകരിച്ചത് ഞാൻ അവരോട് കൽപ്പിക്കുവാനും വിലക്കുവാനുമാകുന്നു എന്നാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഞാൻ അവരോട് കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്ത് അവരെന്നെ അനുസരിക്കാൻ വേണ്ടിയാകുന്നു എന്നാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ അള്ളാഹു കൽപ്പിക്കും വിരോധിക്കും ചെയ്യൽ മാത്രമല്ല, അള്ളാഹു കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്ത് അവരത് അനുസരിക്കുക എന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്? ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. വേറെ ചില ആളുകൾ അതിനർത്ഥം വെച്ചപ്പോൾ പറഞ്ഞു, സൗഭാഗ്യത്തിൻ്റെയും തൗഫീഖിൻ്റെയും ആളുകൾ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അവരൻ ജിന്നുകളെയും മനുഷ്യരെയും മുഴുവൻ ഞാൻ സൃഷ്ടിച്ച് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന ആയത്ത്. പക്ഷെ ചില മുൻഗാമികൾ ഇതിന് അർത്ഥം വെച്ചപ്പോൾ എങ്ങനെ അർത്ഥം വെച്ചു? അതിൻ്റെ ഉദ്ദേശം എന്താ? അവർ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം സൗഭാഗ്യവും തൗഫീഖും കിട്ടിയ ആളുകൾ എന്നെ ആരാധിക്കാനാണ്. ആ അർത്ഥം ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? അല്ല. നമ്മൾ പറഞ്ഞു ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അർത്ഥം അത്ര തന്നെ ശരിയല്ല. ആ അർത്ഥം പൂർണ്ണമായും തെറ്റല്ല, ആ അർത്ഥം ശരിയാണ്. പക്ഷെ ഈ ആയത്തിന് അർത്ഥം ശരിയല്ല. ആ അർത്ഥത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ ആയത്തിന് അർത്ഥം ശരിയല്ല. എന്താണ് നമ്മൾ ഈ ആയത്തിന് അർത്ഥം ശരിയല്ല എന്ന് പറയാൻ കാരണം? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം ലഭിച്ചവരും തൗഫീഖ് ലഭിച്ചവരും മാത്രം എന്നെ ആരാധിച്ചാൽ മതി എന്നാണോ പടച്ചോൻ പറഞ്ഞത്? അല്ലല്ലോ. അള്ളാഹു ആവശ്യപ്പെടുന്ന എന്താ? എല്ലാവരും എന്നെ ആരാധിക്കണം എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ മതപരമായ റബ്ബിൻ്റെ ഉദ്ദേശം. എന്താ? എല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അപ്പൊ പിന്നെ തൗഫീഖ് ലഭിച്ചവരും സൗഭാഗ്യം ലഭിച്ചവരും മാത്രം എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പറയണത് ശരിയല്ല. കാരണം മുഴുവൻ ജിന്നുകളെയും സൃഷ്ടിച്ച് മനുഷ്യനെയും സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് അവിടെ പറയണത്. അപ്പോൾ അവിടെ മുഴുവൻ ജിന്നുകളും സൃഷ്ടിച്ച് ജിന്നുകളും മനുഷ്യരും അവരിൽ നിന്നും റബ്ബ് ആവശ്യപ്പെടുന്ന അവരിൽ നിന്ന് തന്നെ റബ്ബ് എന്താ ആവശ്യപ്പെടുന്നുണ്ട്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇതിന് സാധിക്കോ? എല്ലാവരും പടച്ചവനെ മാത്രം ആരാധിക്കോ? ഇല്ല. അപ്പൊ എല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നില്ലല്ലോ. മഹാഭൂരിഭാഗം വരുന്ന ജിന്നുകളും മനുഷ്യരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണല്ലോ. അല്ലെങ്കിൽ ഈ ആരാധന തന്നെ നിർവഹിക്കാത്തവരൊക്കെ അതിലുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ ആയത്തിന് അങ്ങനെ അർത്ഥം വെച്ചാൽ ജിന്നുകളും മനുഷ്യരും എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ സൃഷ്ടിച്ചെന്ന് അർത്ഥം വെച്ചാൽ പടച്ച റബ്ബ് ഒരു കാര്യത്തിന് വേണ്ടി സൃഷ്ടിക്കുന്നു നടക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ആ മുൻഗാമികൾ അങ്ങനെ അർത്ഥം പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു എന്തുണ്ട്? എത്ര തരത്തിലുള്ള ഉദ്ദേശമുണ്ട്? 2 തരത്തിലുള്ള ഉദ്ദേശം റബ്ബിനുണ്ട്. അല്ല, അതിൽ ഒന്നാമത്തെ ഉദ്ദേശമാണ്, അതിലൊരു ഉദ്ദേശമാണ് മതപരമായ ഉദ്ദേശം. എന്താ മതപരമായ ഉദ്ദേശം? അള്ളാഹുവിന് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതാണോ പ്രിയപ്പെട്ടതാണോ അതൊക്കെ അള്ളാഹുവിൻ്റെ മതപരമായ ഉദ്ദേശമാണ്. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും പടച്ച റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ലേ, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അള്ളാഹു മതപരമായി അവരിൽ നിന്നും അത് ഉദ്ദേശിക്കുന്നു. മതപരമായി അവരിൽ നിന്നും അത് ഉദ്ദേശിക്കുന്നു. അത് അള്ളാഹു കൽപ്പിക്കുന്നു. അതിനെതിരായ കാര്യങ്ങളെ വിലക്കുന്നു. മനസ്സിലായില്ലേ? എന്നാൽ അതേ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചികമായൊരു ഉദ്ദേശമുണ്ട്. മതപരമായ ഉദ്ദേശം മാത്രമല്ല ഉള്ളത്, പ്രാപഞ്ചികമായ ഒരു ഉദ്ദേശമുണ്ട്. അതിനാണ് മശീഅത്ത് എന്ന് പറയാം. നമ്മൾ ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്നൊക്കെ പറയില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കും എന്ന് പറയണേ. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് നടന്നു. അപ്പോൾ അതാണ് മശീഅത്ത് എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ഉദ്ദേശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രാപഞ്ചികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് റബ്ബ് തീരുമാനിക്കുന്നോ അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ഉദ്ദേശമാണ്. അവർ പ്രപഞ്ചത്തിൽ നടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ? അല്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ആയത്തിന്റെ ഉദ്ദേശം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞ ആയത്തിൽ അള്ളാഹു പറയുന്നത് പ്രാപഞ്ചികമായ ഉദ്ദേശമല്ല, മതപരമായ ഉദ്ദേശമാണ്. മതപരമായി റബ്ബ് ഉദ്ദേശിക്കണം എന്താ? എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കണം. പക്ഷെ പ്രാപഞ്ചികമായത് സംഭവിക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? തീരുമാനിച്ചിട്ടില്ല. അത് ഭാഗ്യം ലഭിച്ചവർ മാത്രം, അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയവർ മാത്രം, ഓൽക്ക് മാത്രം അത് പറ്റിയാൽ മതി എന്നാണ് പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ഉദ്ദേശം. പ്രാപഞ്ചികമായ ഉദ്ദേശത്തെക്കുറിച്ചല്ല ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. മനസ്സിലായില്ലേ? പ്രാപഞ്ചികമായ ഉദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹ്. ആരെയാണോ അള്ളാഹു സന്മാർഗത്തിലാക്കിയത്
അവരെ വഴിപിഴപ്പിക്കാൻ ആർക്കും സാധിക്കൂല. ആരെയാണോ അള്ളാഹു വഴിപിഴപ്പിച്ചത് അവർ സന്മാർഗത്തിലാക്കാനും ആർക്കും സാധിക്കുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ ഏത് ഉദ്ദേശമാണ്? പ്രാപഞ്ചികമായ ഉദ്ദേശമാണ്. അള്ളാഹു ആര് സന്മാർഗത്തിലാകണം ആരാകണ്ട എന്ന് പ്രാപഞ്ചികമായ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്കൊരു ഉദ്ദേശമുണ്ട്. അവർ മാത്രമേ സന്മാർഗത്തിലാവുള്ളൂ, അല്ലാത്തവരൊക്കെ വഴികേടിലായിരിക്കും. പക്ഷെ വഴികേടിലാകുന്നവരോടും റബ്ബ് എന്താവശ്യപ്പെട്ടിട്ടുണ്ട്? നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരും അത് ചെയ്യുന്ന റബ്ബിന് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തെക്കാൾ റബ്ബ് അത് സംഭവിക്കാതിരിക്കുക എന്ന കാര്യം നടക്കണം തീരുമാനിച്ചു. അതെന്തിനാണ്? അത് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ്? ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ പറഞ്ഞു എല്ലാവരും പടച്ച റബ്ബിനെ ആരാധിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം, അല്ലേ? അതാണ് റബ്ബിൻ്റെ മതപരമായ ഉദ്ദേശം. പക്ഷേ ആ മതപരമായ ഉദ്ദേശത്തെ മറികടന്നുകൊണ്ട് പടച്ച റബ്ബ് എന്ത് തീരുമാനിച്ചു? കുറച്ച് ആളുകൾ എന്ത് ചെയ്യണം? വഴിതെറ്റണം, ശിർക്ക് ചെയ്യണം എന്ന് റബ്ബ്, അങ്ങനെ സംഭവിക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചു. അങ്ങനെ സംഭവിക്കണമെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ചു. എന്താ അതിൻ്റെ കാരണം? ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണെന്ത്? ഒരു മനുഷ്യനിൽ നിന്ന്, അപ്പോൾ അതായത് ഭൂമി ലോകത്ത് കുഫ്ർ സംഭവിക്കണം, ഷിർക്ക് സംഭവിക്കണം, നിസ്കരിക്കാത്തവരുണ്ടാകണം, കള്ളുടിക്കുന്നവരുണ്ടാവണം, വ്യഭിചരിക്കുന്നവരുണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ള തീരുമാനം ആര് തന്നെയാണ്? അള്ളാഹുവിൻ്റെ തന്നെയാണ്. ഇന്ന് അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ? അല്ല. അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം മതപരമായി റബ്ബിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മതപരമാക്കിയത്, അതുകൊണ്ടാണ് ശറഅാക്കിയത്, അതുകൊണ്ടാണ് ദീനാക്കിയത്, ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പടച്ചോൻ തീരുമാനിച്ചു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ ഇഷ്ടമില്ലാത്ത പ്രാപഞ്ചികമായ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോഴേ വേറെ കുറെ കാര്യങ്ങൾ, ഇതിനെ തുടർന്ന് വരുന്ന വേറെ കുറെ കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. ആ കാര്യങ്ങൾ ആർക്ക് ഇഷ്ടമാണ്? റബ്ബിന് ഇഷ്ടമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തിന്മ ചെയ്താലേ അവന് തൗബ ചെയ്യുള്ളൂ. തൗബ അടിമകളിൽ നിന്ന് ഉണ്ടാകുന്ന ആർക്ക് ഇഷ്ടമാണ്? അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ തൗബ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തിന്മ ഉണ്ടാവണം. ചെയ്യാം. പക്ഷെ തിന്മ ചെയ്തിട്ട് തൗബ ചെയ്യുന്ന ഒരാളുടെ മനസ്ഥിതി സാധാരണ മനുഷ്യർക്ക് എന്തുണ്ടാവില്ല? തിന്മ ചെയ്യാതെ ചെയ്യുന്ന തൗബന്റെ മനസ്ഥിതി ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, തിന്മ ചെയ്യാത്തവർക്ക് തൗബ ചെയ്തൂടാ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാത്തവർ ഒരർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഏതർത്ഥത്തിൽ? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉത്തരവാദിത്തം. പടച്ചവനോടുള്ള ബാധ്യതകൾ ഒരു അടിമക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ പോരായ്മകൾ തിരിച്ചറിയുന്നതിൻ്റെ തോതനുസരിച്ചാണ് അയാളിൽ എന്തുണ്ടാവുക? തൗബ ഉണ്ടാവുക. ഏറ്റവും അധികം റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന, ഏറ്റവും അള്ളാഹുവിനോട് സാമീപ്യം നേടിയ അടിമകൾ ഏറ്റവും അധികം തൗബ ചെയ്യുന്നവരായിരിക്കും. അതിൻ്റെ കാരണം അവർക്ക് ബോധ്യം ഉണ്ടാവും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നല്ല ഒരു ആലോചിക്കുക, ഞാൻ ഒരുപാട് പോരായ്മകൾ ഉണ്ടല്ലോ എന്ന് അവർ ചിന്തിക്കുക. കുറ്റബോധമാണ് അവർക്ക് ഉണ്ടാവുക. അവരുടെ പോരായ്മകളെ കുറിച്ചുള്ള തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടാവുക. എന്നാൽ അങ്ങനൊന്നും അല്ലാത്ത, അത്ര ഒന്നും ഈമാനില്ലാത്ത ആളുകൾ വിചാരിക്കും, ഞാൻ ഇപ്പം തൗബ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ കള്ളുടിക്കണില്ല, വിചാരിക്കണില്ല, മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യണില്ലല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മളെപ്പോലത്തെ പൊട്ടന്മാർ വിചാരിക്കും. പക്ഷേ അള്ളാഹുവിനോട് ഏറെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹിൻ്റെ ഔലിയാക്കൾ എങ്ങനെ ചിന്തിക്കുക? പടച്ച റബ്ബേ, ഞാൻ പടച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മ ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് കുറവുള്ളവനാണല്ലോ, എൻ്റെ നിസ്കാരത്തിൽ പ്രശ്നമുണ്ടല്ലോ, എൻ്റെ ഇബാദത്തുകൾ പൂർണ്ണമല്ലല്ലോ, എൻ്റെ ഇഖ്ലാസിൽ കുറവുണ്ടല്ലോ. അങ്ങനെയാണ് അവർ ചിന്തിക്കുക. എനിക്ക് അള്ളാഹുവിനോടുള്ള ശുക്ർ നിർവഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് വേണ്ട പോലെ അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇവരാരേക്കാരം എന്നും ജുസുകൾ ഖുർആൻ ഓതുന്ന, സുന്നത്ത് പോകുമ്പോൾ എടുക്കണ, എല്ലാ സുന്നത്തും നിസ്കരിക്കണം, അങ്ങനത്തെ ആൾക്കാരേക്കാരം ഇങ്ങനെ ചിന്തിക്കലേ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? അന അഅലമുക്കും ബില്ലാഹി വഅത്ഖാകും ലഹ്. പടച്ചോനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ നിങ്ങളിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പടച്ചോനെ പേടിക്കുന്നത്, അല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് സഹാബിമാർ എന്താ പറഞ്ഞത്? ഒരു മജ്ലിസിൽ 100 തവണ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാറുണ്ടായിരുന്നതാണ്. ആരാണ്? തെറ്റ് ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? തെറ്റ് ചെയ്യാത്ത റസൂലുള്ള അത്രയധികം തവണ തൗബ ഇസ്തിഗ്ഫാർ. നമ്മളാണെങ്കിൽ നമ്മളെന്താ ആലോചിക്കുക? ഞാനിപ്പോൾ എന്തിനാ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലണേ? ഞാൻ പാപ സുരക്ഷിതനല്ലേ, എനിക്കിപ്പോൾ എന്താ ഒരു കുറവ്? ഞാൻ ഇപ്പം എന്തിനാ ഇങ്ങനെ തൗബ ചെയ്യണത്? എൻ്റെ അടുത്ത് തെറ്റൊന്നുമില്ലല്ലോ.
അത് നമ്മളെ മണ്ടത്തരാണ്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള, പടച്ചറബിനോട് കുറിച്ചുള്ള ബാധ്യതകളെ കുറിച്ചുള്ള അജ്ഞതയാണ്, ആ വിഷയത്തിലുള്ള അന്ധതയാണ്, അശ്രദ്ധയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കാരണം. അള്ളാഹു പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ റബ്ബിനോട് സാമീപ്യം നേടിയെടുക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ചില ആളുകൾക്ക് തൗബ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ തൗബയുടെ അള്ളാഹുവിനോട് അങ്ങേയറ്റം കീഴൊതുങ്ങുന്ന മനസ്സ് ചില ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അവർ അത്രയും വലിയ തെറ്റിൽ അകപ്പെടേണ്ടി വരും. അപ്പോഴേക്കാരം അവർക്ക് ആ മനസ്സ് വരുള്ളൂ. അപ്പൊ റബ്ബ് അവരിൽ നിന്ന് ആ മനസ്സ് അവരിൽ നിന്നുണ്ടാകണമെന്ന് പടച്ചോൻ ഉദ്ദേശിക്കുന്നു. ആ പടച്ചോൻ എന്ത് ചെയ്യും? അത്ര വലിയ തെറ്റിൽ അവരകപ്പെടുത്തും. അപ്പൊ അവരുടെ മനസ്സിൽ ആ തൗബ അവരുടെ മനസ്സിൽ ഉണ്ടാകും അല്ലേ? ഇനി അത് മാത്രമല്ല, വലിയ മുസീബത്തുകൾ ജനങ്ങൾക്കുണ്ടാകുന്നു. താങ്ങാനാകാത്ത നമ്മൾ പറയണ അത്ര വലിയ മുസീബത്തുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നു. അപ്പൊ ഈ മുസീബത്തുകൾ എന്തിനാ റബ്ബ് സംഭവിപ്പിക്കണത്? ആ സംഭവിപ്പിച്ച ഒരു മനുഷ്യൻ ക്ഷമിച്ചാൽ അവന് സ്വർഗത്ത് വലിയ സ്ഥാനം പടച്ചറബ് കൊടുക്കും. അപ്പൊ ആ സ്ഥാനത്തേക്ക് അവനെ എത്തിക്കുന്നത് ആർക്കും ഇഷ്ടമാണ്? അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണമെന്ന് തീരുമാനിക്കും. പക്ഷെ ആ അടിമക്ക് ഒരിക്കലും തന്റെ അമല് കൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കൂല. അപ്പൊ പടച്ചോൻ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഇട്ട് കൊടുക്കും. അതിൽ ക്ഷമിച്ച് അവർ സ്വർഗത്തിന്റെ ആ സ്ഥാനത്ത് എത്തും. നിങ്ങൾ ആലോചിക്കുക, ആ സ്ഥാനത്തെത്തിയിട്ട് മനുഷ്യന് ഈ പരീക്ഷണം ഒന്നും ആവില്ല. കുറച്ചും കൂടി പരീക്ഷണം ഏറ്റിരുന്നെങ്കിൽ നേക്കാരം അപ്പോൾ ചിന്തിക്കുക, കുറച്ചും കൂടി ദുരിതം ഉണ്ടായിനെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണം എന്ന് റബ്ബ് തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഇവിടെ ശൈത്താൻ, ഇബ്ലീസ് ഉള്ളതുകൊണ്ടാണ് ആളുകൾ റബ്ബിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യണത്. നന്മ ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ട്, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ നമ്മൾ അവിടെയാണ് മുജാഹദത്ത് ഉണ്ടാകുന്നത്, ജിഹാദ് ഉണ്ടാകുന്നത്. ഈ ജിഹാദ്, റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ഉണ്ടായി തീരുക എന്നുള്ള ആർക്ക് ഇഷ്ടമാണ്? അള്ളാഹിന് ഇഷ്ടമാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ആളുകൾ, അവന്റെ അടിമകൾ അധ്വാനിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. അത് റബ്ബിന് ഇഷ്ടമാണ്. അപ്പൊ അത് സംഭവിക്കാൻ വേണ്ടി പടച്ചോൻ എന്ത് ചെയ്യും? ഇവിടെ ശൈത്താനെ, ഇബ്ലീസിനെ സംവിധാനിച്ചു. അപ്പൊ ഓരോ കാര്യങ്ങളും ഇവിടെ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കണം എന്ന് റബ്ബ് തീരുമാനിച്ചത് തന്നെ എന്തിനാണ്? അതിനെ തുടർന്ന് വരുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് കാര്യം ഇവിടെ ഭൂമി ലോകത്ത് എല്ലാ കാര്യത്തിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഓരോ പോയിന്റ് എടുത്തിട്ട് അപ്പൊ ഇതെന്തിനാ സംഭവിപ്പിച്ചു വെച്ചാൽ അതെല്ലാം കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിമകളല്ലല്ലോ, പിന്നെ നമ്മൾ പടച്ചോനായില്ലേ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അടിമകളാണ്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കും നമ്മുടെ അറിവിനും ഒരുപാട് പോരായ്മകളുണ്ട്. അല്ല, പോരായ്മയാണ് കൂടുതൽ ഉള്ളത്. മെച്ചത്തേക്കാൾ ഉള്ളത് എന്താണ്? പോരായ്മയാണ്. ആ പോരായ്മകൾ നിറഞ്ഞ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും പടച്ചോന്റെ എല്ലാ തീരുമാനങ്ങളെയും നമ്മൾ അളക്കണം തീരുമാനിച്ചാൽ തീരുമാനിക്കുന്നവർ മണ്ടന്മാരെന്നല്ലാതെ ഒരിക്കലും അത് സാധ്യമാവുകയില്ല. മൊത്തത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ അള്ളാഹു ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാകളും സിഫാത്തുകളും, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുടെ അതിന്റെ അസറുകൾ, അതിന്റെ സ്വാധീനങ്ങൾ ഇവിടെ പ്രകടമാക്കുന്നത് ആർക്കിഷ്ടാണ്? റബ്ബിന് ഇഷ്ടമാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, അള്ളാഹു ഷദീദുൽ ഇന്തിഖാമാണ്, ശക്തമായി ശിക്ഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടു, അല്ല അപ്പൊ സംഭവിക്കണ കാണുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഇസ്മിൽ, ആ ഒരു സിഫത്തിൽ നമുക്ക് ഈമാൻ അത്ര തന്നെ ഉണ്ടാവില്ല. നേരെ മറിച്ച് അങ്ങേയറ്റം വലിയ തിന്മകളിലും ആക്രമണങ്ങളിലും കഴിഞ്ഞു കൂടുന്ന ഏതെങ്കിലും ഒരു നാട്, ഒരു സ്ഥലം, ഒരു പബ്ബ്, ഒരു ക്ലബ്ബൊക്കെ അതേമാതിരത്തെ വലിയൊരു സംഭവത്തിലാണ് സംഭവിച്ച അപ്പോൾ കണ്ടോ പടച്ചോന്റെ അദാബ് ഇറങ്ങി. അപ്പൊ ഈമാൻ കൂടിയാണ് മനുഷ്യന്മാർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്ത് പ്രകടമാകുമ്പോൾ ആ സിഫത്തിലുള്ള ഈമാൻ കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ അതും ആർക്കിഷ്ടമാണ്? അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ അസറുകൾ, അതിൻ്റെ സ്വാധീനങ്ങൾ പ്രകടമാക്കുക എന്നുള്ളത് റബ്ബിന് ഇഷ്ടമാണ്. അത് കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന സിഫത്താണെങ്കിലും, പിന്നെ മഹബത്താണെങ്കിലും, ഇൽമാണെങ്കിലും, ഹിക്മത്താണെങ്കിലും എല്ലാം അള്ളാഹിൻ്റെ സിഫാത്തുകൾ പ്രകടമാക്കുക എന്നുള്ളത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടും എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യങ്ങളാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് റിപ്ലൈ കേട്ടാതാകുമ്പോൾ പിന്നെയും പറഞ്ഞു പോവുകയാണ്. ആയിക്കോട്ടെ, പ്രശ്നമില്ല.
ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു, രണ്ടാമത്തെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ച് തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ലവലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തി, തുടങ്ങിയല്ല, ഏതാണ്ട് കുറേയൊക്കെ വിശദീകരിച്ചിരുന്നു. വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തി റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത് എന്ന് പറയുന്ന സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം പറയാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് 2 ലക്ഷ്യത്തിനാണ്. അത് ഒരു ലക്ഷ്യമാണ് ഈ ആയത്തിൽ പറഞ്ഞത്. എന്താണ് ആ ഒരു ലക്ഷ്യം? ഈ ആയത്തിൽ പറഞ്ഞ ലക്ഷ്യം എന്താ? അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിനെ ആരാധിക്കണം, ദുർമൂർത്തികളെ വെടിയണം. ഇതാണ് ഒരു ലക്ഷ്യം. രണ്ടാമതൊരു ലക്ഷ്യം കൂടിയും പ്രവാചകന്മാരുടെ നിയോഗത്തിനുണ്ട്. ആർക്കത് പറയാൻ പറ്റുക? അതെ, ബാറക്കല്ലാഹു ഫീക്കും. അഹ്സൻതും. എന്താണ്? ഹുജ്ജത്ത് സ്ഥാപിക്കുക, തെളിവ് സ്ഥാപിക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉദ്റില്ലാതിരിക്കുക. പരലോകത്തെത്തിയിട്ട് പടച്ചവനോട് പറയാനുള്ള അവസരം ഉണ്ടാവരുത്, പടച്ചവനെ ഞങ്ങൾക്ക് പ്രവാചകന്മാരൊന്നും വന്നിട്ടില്ല, ഞങ്ങൾക്ക് വേദനയൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ലേനു എന്ന് അവിടുന്ന് പറയാനുള്ള അവസരം പടച്ചവൻ തരൂല. അങ്ങനെ ഒരാൾക്ക് അവസരമുണ്ടെങ്കിൽ അവർക്ക് പടച്ചവൻ ഉദ്ർ കൊടുക്കും ചെയ്യും. മനസ്സിലായോ? അവിടുന്ന് അള്ളാഹു വേറെ പരീക്ഷണം നടപ്പിലാക്കും, നേരെ നരകത്തിലേക്ക് പിടിച്ചിടൂല. മനസ്സിലായോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദ്ർ ഇല്ല. പടച്ചവൻ തെളിവ് സ്ഥാപിച്ചു കഴിഞ്ഞു, നമുക്കെതിരെയുള്ള തെളിവ് പടച്ചവൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 165-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീതുകാരുമായി പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാ? ലിഅല്ലാ യകൂന ലിന്നാസി ഹുജ്ജത്തുൻ അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റസൂൽ, ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരെ പറയാൻ ഒരു തെളിവുണ്ടാകാൻ പാടില്ല പ്രവാചകന്മാർക്ക് ശേഷം. പ്രവാചകന്മാർ വന്നു, ഇനി പടച്ചവനെതിരെ പറയാൻ ന്യായം അടിമകൾക്കില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം തെളിവ് സ്ഥാപിക്കുക എന്നതാണ്. ഇനി നമ്മൾ മറക്കരുത് കേട്ടോ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ കിട്ടണം. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ബഅസ് എന്ന് പറഞ്ഞ പ്രയോഗം, നിയോഗിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം 2 രൂപത്തിൽ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് മതപരമായ നിയോഗവും പിന്നെ പ്രാപഞ്ചികമായ നിയോഗവും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമായി അള്ളാഹു നിയോഗിച്ച നിയോഗങ്ങൾക്കൊക്കെ മതപരമായ നിയോഗമാണ്, അല്ല പ്രാപഞ്ചികമായ തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രം റബ്ബ് നിയോഗിച്ച നിയോഗങ്ങൾ പ്രാപഞ്ചികമായ നിയോഗങ്ങളാണ്. രണ്ടിനെ കുറിച്ചും ഖുർആനിൽ ബഅസ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? ജനങ്ങളുടെ ഒരു കൂട്ടം, അല്ല ഒരു തലമുറക്കാണ് ഉമ്മ എന്ന് പറയുക. സൂറത്ത് ഫാത്തിറിന്റെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതേ കാര്യം പറഞ്ഞു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ തന്നെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ ഉമ്മത്തിലും നാം പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നു, തീർച്ചയായും നിയോഗിച്ചിരിക്കുന്നു. അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പറഞ്ഞിരുന്നു, അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, ദുർമൂർത്തികളെ വെടിയാനും അള്ളാഹുവിനെ ആരാധിക്കാനും എന്നാണോ അർത്ഥം? അങ്ങനല്ല അർത്ഥം. അത് പറയുവാൻ എന്നല്ല നിങ്ങൾ പറഞ്ഞേ. അതായത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ, ദുർമൂർത്തികളെ വെടിയൂ എന്ന് പറയുവാൻ, എന്ന് പ്രഖ്യാപിക്കുവാൻ, എന്ന് അറിയിക്കുവാൻ നാം പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം. ആ അന്നിന്റെ അർത്ഥം എന്താ? പറയുവാൻ, നിയോഗിക്കുവാൻ. അൻ അത്തഫ്സീരിയ എന്നാണ് അതിന് പറയാം. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല സ്ഥലത്തും ഖുർആനിലുണ്ട്. ഖാല യഖൂലു എന്നൊക്കെ പറയേണ്ടതിന് പകരം അള്ളാഹു അൻ എന്നാണ് പറയും. അവിടെ അർത്ഥം എന്താ? ഖാല യഖൂലു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പ്രവാചകൻ ഇത് പറയുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ താഗൂത്ത് അല്ലെ എന്താണ്? അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇല്ല, ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണപാഠമാണ് തൗഹീദ് എന്നുള്ളത്. 2 കാര്യങ്ങൾ ചേരുമ്പോഴേ തൗഹീദാവുള്ളൂ അല്ലെ. ഒന്നാമത്തത്
എന്താ പറയാ, രണ്ട് കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമേ തൗഹീദാവുള്ളൂ. ഏതാ രണ്ട് കാര്യങ്ങൾ? അതെ, ഒന്ന് നിഷേധമാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളുടെ ആരാധനകൾക്കുള്ള അർഹതകളെല്ലാം ഒരാൾ നിഷേധിക്കണം. അതിനൊന്നും ആരാധനക്ക് അർഹതയില്ല. രണ്ടാമത്തത് സ്ഥിരീകരണമാണ്, ഇസ്ബാത്ത്. ബറക്കല്ലാഹു ഫീക്കും. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധനക്ക് അർഹനാകുന്നു എന്ന് സ്ഥിരപ്പെടുത്തുകയും വേണം. അത് ഈ ആയത്ത് നമുക്ക് കിട്ടും. ലഅനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ. അതെന്താ? സ്ഥിരീകരണമാണ്. അള്ളാഹ്ക്കുള്ള ആരാധ്യതയെ സ്ഥിരീകരിച്ചു. വജ്തനിബു ത്വാഗൂത്ത്, ദുർമൂർത്തികളെ നിങ്ങൾ വെടിയുക. അതെന്താണ്? നിഷേധമാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒന്നിനും ആരാധനക്ക് അർഹതയില്ല, അതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 286 ആയത്തിൽ പറഞ്ഞു അല്ലേ, ആയത്തുൽ കുർസിയെ തൊട്ട് ശേഷമുള്ള ആയത്തിൽ എന്താ പറഞ്ഞേ? ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. എന്താ അതിൻ്റെ അർത്ഥം? ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ദുർമൂർത്തികളെ ആര് നിഷേധിച്ചുവോ, അതാണ് നിഷേധം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിച്ചു. വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തോ, അതാണ് സ്ഥിരീകരണം. അള്ളാഹുവിനുള്ള ഇബാദത്തിനെ സ്ഥിരീകരിച്ചു. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, തീർച്ചയായും അവൻ ഉറപ്പുള്ള ഒരു കയറിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. ഏതാണ് ഉറപ്പുള്ള കയർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം. അപ്പം ഉറപ്പുള്ള കയറായ ഇസ്ലാമിനെ, തൗഹീദിനെ മുറുകെ പിടിക്കാനുള്ള മാർഗം എന്താ? അള്ളാഹുവിന് പുറമെയുള്ള ആരാധനാ വസ്തുക്കൾ ആരാധ്യത നിഷേധിക്കുക, അള്ളാഹുവിനുള്ള ആരാധ്യതയെ സ്ഥിരീകരിക്കുക. അത് രണ്ടും ചേരുമ്പോൾ മാത്രമേ തൗഹീദാവുള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്താവൂല? തൗഹീദാവൂല. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും തൗഹീദാവൂല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും വേണം. രണ്ടും കൂടി ചേരുമ്പോഴേ തൗഹീദാവുകയുള്ളൂ എന്ന് ഇത് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ് താഗൂത്ത് എന്ന് പറഞ്ഞ വാക്കിന് പിന്നെ മുൻഗാമികൾ പല വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഷെയ്ത്താൻ എന്ന് പറഞ്ഞ മഹാഭൂരിഭാഗം മുൻഗാമികളിൽ നിന്ന് വന്ന ഒരു വിശദീകരണം താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ എന്നാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ വിശദീകരണം അസ്നാം, വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ വിശദീകരണം കാണാൻ സാധിക്കും. അങ്ങനെ പല വിശദീകരണങ്ങൾ, കാഹിൻ, മാരണക്കാരൻ എന്ന് പറഞ്ഞ വിശദീകരണം പറഞ്ഞ മുൻഗാമികളെ കാണാൻ സാധിക്കും. എന്താണ് താഗൂത്ത്? അപ്പൊ ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ താഗൂത്തിന്റെ ഓരോ ഇനങ്ങളാണ്. ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ താഗൂത്തുകളാണ്, ഈ പറഞ്ഞതെല്ലാം താഗൂത്തുകളാണ്. ഇതിനെ എല്ലാം കൂടിയും ഒരുമിച്ച് ചേർക്കാവുന്ന താഗൂത്തിനെ കുറിച്ച് പറഞ്ഞ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വിശദീകരണം ഉണ്ട്. അതാണ് താഗൂത്തിന്റെ എല്ലാ ഇനങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു വിശദീകരണം. അത് താഗൂത്ത് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം അല്ലെ, തുഗിയാൻ എന്ന് പറഞ്ഞാൽ അതിരി കവിയ, അതിൽ നിന്നാണ് താഗൂത്ത് എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. അതിന്റെ മുബാലകയാണ്, അങ്ങേയറ്റം അതിരി കവിയുന്നത് അല്ലെങ്കിൽ അതിരി കവിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ ഭാഷാർത്ഥമാണ്. ബറക്കല്ലാഹു ഫീക്കും. അതിന്റെ വിശദീകരണമാണ് ചോദിച്ചത്. താഗൂത്തുകളായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു നിർവചനം മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞ് വിശദീകരിച്ചതാണ്. നിസ്കരിക്കാനുള്ള സമയം ആവണീന്റെ തൊട്ട് മുമ്പാണ്. അള്ളാഹു വെച്ച പരിധിയെ ലംഘിക്കാൻ വേണ്ടി എന്തൊക്കെ കാരണമാകുന്നോ അതൊക്കെ താഗൂത്ത്. അതിന് 3 സാധനങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഅ, പടച്ച റബ്ബ് വെച്ച പരിധികൾ ലംഘിക്കുവാൻ വേണ്ടി കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരടിമ തൻ്റെ പരിധി ലംഘിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ താഗൂത്താണ്. അത് ഒന്നിക്കൽ മഅബൂദാകാം, ഒരു ആരാധ്യൻ. അപ്പം അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനെ നിശ്ചയിച്ചാൽ അവൻ്റെ പരിധി ലംഘിച്ചു. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ആ ആരാധ്യൻ താഗൂത്താണ്. പിന്നെ ഔ മത്ബൂ, പിൻപറ്റപ്പെടുന്നവൻ. അള്ളാഹു പിൻപറ്റുന്നതിന് പരിധി വെച്ചിട്ടുണ്ട്. എന്താ പരിധി? അള്ളാഹു റസൂലും പറഞ്ഞതിനെതിരാകാൻ പാടില്ല. ആ പരിധി ലംഘിക്കുന്ന രൂപത്തിൽ ഒരാളെ പിൻപറ്റിയാലോ അവനെ സംബന്ധിച്ചിടത്തോളം പിൻപറ്റപ്പെട്ടവൻ താഗൂത്താണ്. ഔ മുതാ, അനുസരിക്കപ്പെടുന്നവൻ. അനുസരിക്കുന്നതിന് പടച്ചറബ്ബ് ഒരു പരിധി ലംഘിച്ചിട്ടുണ്ട്, ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണത്? ലാ താഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്,
ഖാലിഖിന് എതിരായ രൂപത്തിൽ ഒരു മഖ്ലൂഖിനോടും അനുസരണം പാടില്ല. അപ്പോൾ ഈ പരിധി ലംഘിക്കുന്ന രൂപത്തിൽ ഒരാൾ അനുസരിച്ചാൽ ആ അനുസരിക്കപ്പെട്ടവൻ ഇവനെ സംബന്ധിച്ചിടത്തോളം താഗൂത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ താഗൂത്തുകളാണ്. കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുത്താഅ. ആരാധ്യൻ എന്ന നിലക്കോ പിൻപറ്റപ്പെടുന്നവരെന്ന നിലക്കോ അനുസരിക്കപ്പെടുന്നവരെന്ന നിലക്കോ ഒരടിമ തൻ്റെ പരിധി ലംഘിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ താഗൂത്താണ്. ഇനി ഈ താഗൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വിശദീകരണം നമ്മൾ പറയാനുള്ള കാരണം എന്താ, മുൻഗാമികൾ താഗൂത്തിനെ കുറിച്ച് പറഞ്ഞ എല്ലാ വിശദീകരണങ്ങളും ഒന്നിച്ചു ചേരുന്നത് ഈ വിശദീകരണം എടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, മുൻഗാമികൾ പറഞ്ഞ വിശദീകരണം നമുക്ക് സംയോജിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ ഈ താഗൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പ് പിന്നെ ഇജ്തനിബു എന്ന് പറഞ്ഞു അല്ലേ, വജ്തനിബു താഗൂത്ത്. ഇജ്തനബ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാതെ പോയ കാര്യമാണ്. ഇജ്തനബ എന്ന് പറഞ്ഞ വാക്കിൽ എന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞോളി. ഉപേക്ഷിക്കുക എന്നാണ് നമ്മൾ സാധാരണ. ഉപേക്ഷിക്കുന്ന അറബിൽ വേറൊരു വാക്കുണ്ട്, എന്താ? തറക്ക. തറക്ക പറഞ്ഞാൽ എന്താ? ഉപേക്ഷിച്ചു, ഒഴിവാക്കിയെന്ന അർത്ഥം. അപ്പൊ ഈ തെറക്ക എന്ന് പറയാതെ ഇജ്തനബ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ? തെറക്ക എന്ന് പറഞ്ഞാൽ വെറും ഒഴിവാക്കലാണ്. ഒരാൾ മറന്നിട്ടൊരു സംഗതി ഒഴിവാക്കി, അതിനെന്ത് പറയും? തെറക്ക. ശ്രദ്ധിക്കാതെ ഒഴിവാക്കി, അതും തെറക്ക. പക്ഷെ ഇജ്തനബ എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. ഇജ്തനബ എന്ന് പറയണമെങ്കിൽ ഒന്നാമത് അതിൽ ഖസ്ദ് വേണം, മഅൽ ഖസ്ദ് ആവണം. എന്താ ഖസ്ദ്? ലക്ഷ്യം വെച്ച് ഒഴിവാക്കണം. ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോഴേ ഇജ്തനബ എന്ന് പറയുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ ഒരാൾ ആരാധിക്കുന്നില്ല, അതെന്താ? ആരാധിക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ആരാധിക്കണില്ല, അങ്ങനെ ഒഴിവാക്കിയാൽ മതിയാവും? പോരാ. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ആരാധിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഒഴിവാക്കണം. ഖസ്ദ് വേണം. രണ്ടാമത് വേണ്ടത് എന്താ? രണ്ടാമത് ഇജ്തനബ എന്ന് പറയണതിൽ വേണ്ടത് മുബാഅദത്ത് വേണം. എന്താ മുബാഅദ എന്ന് പറഞ്ഞാൽ? അകലണം. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ ഉള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും മനുഷ്യൻ പരമാവധി അകലണം, അല്ലെ? അതിൽ നിന്ന് വിദൂരമാകണം. അതിനോടൊരു നിലക്കും എന്ത് ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായി മുബാഅദ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന കാര്യമാണ്, എന്തും കൂടി വേണം, പിന്നെ അതിലേക്ക് എത്തിക്കുന്ന അൽ മുബാഅദത്തു അനിൽ അസ്ബാബ്, അതിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളിൽ നിന്നുകൂടി എന്ത് ചെയ്യണം, അവൻ അനിൽ അസ്ബാബ് അസ്ബാബൽ മൂസിലത്തി ഇലൈഹി, അതായത് ആ ഷിർക്കിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന കാരണങ്ങളിൽ നിന്നുകൂടി അകലണം. ഷിർക്കിന്ന് മാത്രം അകന്നാൽ പോരാ, ഷിർക്കിന് കാരണമാകുന്ന എന്തൊക്കെയുണ്ടോ എന്നൊക്കെ അകലണം. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഒരാൾ ഞാൻ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ മാറ്റിവെക്കണം. എന്ന് മാത്രം പോരാ, അള്ളാഹുവിനല്ലാതെ ആരാധിക്കേണ്ടി വരുന്ന അവസ്ഥകളും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. അതിനോട് ഒരു നിലക്കും സാമീപ്യം അടുക്കാൻ പാടില്ല. മൂന്നാമത് അതിന് കാരണമാകുന്ന വഴികൾ എന്തൊക്കെയുണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഇപ്പം നമ്മൾ പിന്നെ ജിന്ന് വിഷയത്തിൽ നമ്മൾ പറയലുണ്ടല്ലോ അല്ലേ, എന്താ പറയല്? വസീലത്തുൻ ഇല ഷിർക്കാണ് അല്ലേ. അതായത് പിന്നെ നമ്മുടെ ഹാജറുള്ള സ്ഥലത്തുണ്ടെന്ന് ഉറപ്പുള്ള ജിന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ തൊട്ട് മുമ്പിലുണ്ട് നമുക്ക് ഉറപ്പാണ്, എന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരോട് വിളിക്കാനോ സഹായം തേടാനോ പാടില്ല. അതിനെന്താ കാരണം? അത് ഷിർക്കിലേക്കുള്ള എത്തിക്കാനുള്ള വഴിയാണ്, അതിൻ്റെ കാരണമാണ്. അപ്പം കാരണങ്ങളെ ഖബർ കെട്ടിപ്പോക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പാടില്ലാത്ത? ഷിർക്കിലേക്കുള്ള വഴിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഷിർക്കിലേക്കുള്ള വഴികളിൽ നിന്നും എന്ത് ചെയ്യണം, ഒരാൾ അകലണം.
അപ്പോൾ ഇത് മൂന്നും ഉണ്ടാകുമ്പോഴേ എന്താവുള്ളൂ, ഇജ്തിനാബ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതാണ് വജ്തനീബു. അത് ശിർക്കൊരു ഭാഗത്തും നിങ്ങൾ വേറൊരു ഭാഗത്തുമാണ് ഉണ്ടാകേണ്ടത്. ഒരു നിലക്കും അതിനോട് എന്ത് ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല. അതാണ് ഇജ്തനീബു എന്ന് പറയാനുള്ള കാരണം. ഇനി പിന്നെ നമ്മൾ താഗൂത്തിനെ കുറിച്ച് പറഞ്ഞു. താഗൂത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു താഗൂത്താണ് എന്ന് പറയുമ്പോൾ അള്ളാഹു, ഇവിടെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ഇല്ലേ? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്. മലക്കുകളോട് വിളിച്ചു തേടുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഇവരൊക്കെ താഗൂത്തുകളാണോ? ഇവരൊക്കെ ദുർമൂർത്തികളാണോ? അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് ദുർമൂർത്തി പറയാൻ പറ്റുമോ? പറ്റുമോ? ഈസാ നബിനെ കുറിച്ച് പറയാൻ പറ്റുമോ? മുഖറബുകളായ മലക്കുകളെ കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, താഗൂത്ത് എന്നത് രണ്ട് തരത്തിൽ നമുക്ക് അത് മനസ്സിലാക്കണം. രണ്ട് തരത്തിൽ താഗൂത്ത്, അതായത് രണ്ട് തലമുണ്ട് താഗൂത്തിന്. ഒരു തലം എന്ന് പറഞ്ഞാൽ മിൻ ജിഹത്തിൽ ആബിദ്, മിൻ ജിഹത്തിൽ, എന്താ ആബിദ് എന്ന് പറഞ്ഞാൽ? ആബിദ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കുന്നവൻ എന്നാണ്. അടിമക്ക് അബിദ് എന്നല്ല പറയാ. അബിദ് പറഞ്ഞാൽ ആരാധിക്കുന്നവൻ. ആരാധിക്കുന്നവന്റെ ഭാഗം പരിഗണിച്ചുകൊണ്ടൊരു വിശദീകരണം ഉണ്ട്. അതുപോലെ മിൻ ജിഹത്തി, മനുത്തുഖിദ താഗൂത്തൻ, അതായത് താഗൂത്തായി സ്വീകരിക്കപ്പെട്ട ആൾ, അയാളുടെ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമുണ്ട്. മനസ്സിലായില്ലേ? അതായത് ആളുകൾ പലരെയും താഗൂത്തായി ആളുകൾ കാണും, ആരാധിക്കുന്നവർ പലതിനെയും താഗൂത്തായി കാണും. അപ്പം അങ്ങനെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരാൾ എന്തിനെ ആരാധിച്ചാലും അയാൾ എന്തിനാണ് ആരാധിച്ചത്? അള്ളാഹു അല്ലാത്ത എന്തിനെ ആരാധിച്ചാലും താഗൂത്തിനെ ആരാധിച്ചു. പക്ഷേ നമ്മൾ നേരെ അപ്പുറത്ത് ആരാധിക്കപ്പെട്ടവരുടെ ഭാഗം നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അവിടെ എങ്ങനെ പറയണം എന്ന് വെച്ചാൽ, അവിടെ മൂന്ന് കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി, പിന്നെ അവർ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അവർക്ക് എന്തില്ല? ലൈസ ലഹു ഇറാദത്തുൻ. എന്താ ഇറാദ പറഞ്ഞാൽ? ഇറാദ പറഞ്ഞാൽ എന്താ? ഉദ്ദേശമില്ല, അതായത് ഉദ്ദേശശക്തിയില്ല, ഒരു കാര്യം ഉദ്ദേശിക്കാനൊന്നും കഴിവില്ല. അങ്ങനത്തെ ഉദാഹരണം പറഞ്ഞാൽ കല്ല്, മരം, വിഗ്രഹം, ഇതിനൊക്കെ ഉദ്ദേശശേഷി ഉണ്ടോ? ഇന്ന ആളുകൾ ആരാധിച്ചോട്ടെ എന്നോ ആരാധിക്കണ്ടെന്നോ ഉദ്ദേശിക്കാൻ കെൽപ്പുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ളതിന് ആളുകൾ ആരാധിച്ചാൽ അതൊക്കെ എന്താണ്? അത് താഗൂത്താണ്. എന്താണ് അത്? താഗൂത്താണ്. രണ്ടാമത്തത് ഉദ്ദേശമുള്ളവർ രണ്ട് കാറ്റഗറിയാണ്. ഉദ്ദേശമുള്ളവർ, മൻ ലഹു ഇറാദ എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിക്കാനുള്ള കഴിവുണ്ട്. അതിൽ പെട്ടതാണ് മനുഷ്യന്മാര്, ജിന്നുകള്, മലക്കുകള്. ഓൽക്കൊക്കെ ഉദ്ദേശിക്കാനും തീരുമാനിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ രണ്ട് വിഭാഗമാണ്. ഒന്ന് റാലിനാണ്. എന്താ റാലിൻ? മറ്റൊന്ന് ലൈസ ബിറാലിൻ, ലൈസ റാദിയൻ. എന്താ റാലി എന്ന് പറഞ്ഞാൽ? ഒരു തൃപ്തരാണ്. അവർ ആരാധിക്കപ്പെടുന്നതിൽ അവർ തൃപ്തരാണ്. ഞങ്ങൾ ആരാധിച്ചോട്ടെ, അല്ലെങ്കിൽ എന്നെ ആരാധിച്ചോളൂ എന്ന് പറയുന്നവരാണ്. മാതാമൃതാനന്ദമയി, സായിബാബ, അതെ കാലുമുത്താൻ, അങ്ങനെ എന്നെ മഅബൂദാക്കിക്കോട്ടെ, എന്നെ ആരാധ്യനാക്കിക്കോട്ടെ, അല്ലെങ്കിൽ പടച്ച റബ്ബ് പറഞ്ഞതിനെതിരായി എന്നെ ആളുകൾ അനുസരിച്ചോട്ടെ, അല്ലെങ്കിൽ അന്ധമായ ആളുകൾ എന്നെ അനുകരിച്ചോട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിന് പുറമെ പടച്ച റബ്ബ് നിശ്ചയിച്ച പരിധി അവരുടെ വിഷയത്തിൽ ലംഘിക്കുന്ന വിഷയത്തിൽ അവർ തൃപ്തരാണ്. അവരൊക്കെ എന്താണ്? താഗൂത്തുകളാണ്.
അവരൊക്കെ താഗൂത്തുകളാണ്. ഇനി അടുത്ത കാറ്റഗറി ആണെന്ത്? അവർ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന അവർക്ക് ഒരു നിലക്കും ഇഷ്ടമില്ല, അവർ തൃപ്തിപ്പെടുന്നില്ല. പരലോകത്തുനിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് ചോദിക്കും, നിങ്ങളാണോ നിങ്ങൾ ആരാധിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കും. അവരെന്താ പറയാ? സുബ്ഹാനക്, പടച്ചറബ്ബേ ഞങ്ങളത് അറിഞ്ഞിട്ടും കൂടിയില്ല. അല്ലെ, അവർ ജിന്നുകളെയാണ് വിളിച്ച് പ്രാർത്ഥിച്ച്, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഈസാ നബിയോടും മറിയം ബീവിയോട് ചോദിക്കും, അവരും പറയുന്നത് ഞങ്ങളത് പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല, ഞങ്ങളത് നിനക്കറിയാമായിരുന്നല്ലോ ഞങ്ങൾ പറഞ്ഞതും ചെയ്തതും, നീ സാക്ഷിയായിരുന്നല്ലോ എന്ന് പറയും. ത്വാഗൂത്ത് എന്നത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഏരിയയിൽ നിന്നത് നമ്മൾ നോക്കണം. ഒന്നാമത്തെ ഏരിയ എന്താ? ആരാധിക്കുന്നവനെ പരിഗണിച്ച് അവൻ ത്വാഗൂത്തിനെ ആരാധിച്ചോ ഇല്ലേ എന്ന് ചോദിച്ചാൽ, അള്ളാഹു അല്ലാത്ത ആരാധിച്ചാലും അവൻ ത്വാഗൂത്തിനെ സ്വീകരിച്ചവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നാൽ ആരാധിക്കപ്പെട്ടവർ, ത്വാഗൂത്തായി സ്വീകരിക്കപ്പെട്ടവരുടെ ഭാഗം നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ രണ്ട് തരത്തിലുണ്ടാകും. ഉദ്ദേശശക്തി ഇല്ലാത്ത ആരാധ്യ വസ്തുക്കൾ ഉണ്ടാവും, കല്ല്, മരം പോലുള്ള, അതൊക്കെ ത്വാഗൂത്താണ്. പശുവൊക്കെ അതിൽ പെടുന്നാണ് മനസ്സിലാക്കണത്, അല്ലാഹു അലം. പിന്നെ ഉദ്ദേശശക്തി ഉള്ള ആരാധ്യ വസ്തുക്കൾ, ആരാധ്യന്മാരുണ്ടാകും, അല്ലേ? മലക്കുകൾ, നല്ല ജിന്നുകൾ, പിന്നെ പ്രവാചകന്മാർ, നബിമാർ, അല്ലേ? സഹാബിമാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, ഹസൻ ഹുസൈൻ, ഷിയാക്കൾ ആരാധിക്കുന്ന അവരുടെ ആരാധന ബിംബങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉദ്ദേശശക്തി ഉള്ളവരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ സംതൃപ്തനാണെങ്കിൽ, തന്നെ ആരാധിക്കുന്നതിൽ ഒരാൾ സംതൃപ്തനാണെങ്കിൽ, ഞാൻ എന്നെ ആരാധിച്ചോളി എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വരണമെന്നില്ല, അയാൾ ആരാധിക്കുന്ന ആൾ സംതൃപ്തനാണ്, അയാൾ തൃപ്തനാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പരിഗണിച്ച് പറയുമ്പോൾ തന്നെ എന്താണ്? താഗൂത്താണ്. അദ്ദേഹത്തെ പരിഗണിച്ച് പറയുമ്പോൾ തന്നെ താഗൂത്താണ്. അപ്പോൾ ഇബ്ലീസ് ഏറ്റവും വലിയ താഗൂത്താണ്. ഇനി നേരെ തിരിച്ചോ, ഒരാൾ തന്നെ ആരാധിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഇലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവരെ കത്തിച്ച് കളഞ്ഞ ആളാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ താഗൂത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അവരൊരിക്കലും സംതൃപ്തരല്ല, അവർ അങ്ങേയറ്റം അതിനെ വെറുക്കുന്നവരാണ്. അപ്പോൾ അവരെ വിഷയം പരിഗണിക്കുമ്പോൾ അവരെന്തല്ല? താഗൂത്തല്ല. എന്നാൽ അലി റളിയല്ലാഹുവിനെ ആരാധിക്കുന്ന അയാളെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹം താഗൂത്തിനെ ആരാധിച്ചവനാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ രണ്ട് പരിഗണനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തത്തിൽ 3 തരത്തിലാണ്. ഒന്നിക്ക് ഇറാദത്ത് ഉണ്ടാവില്ല, ഇറാദത്ത് ഇല്ലെങ്കിൽ അവർ താഗൂത്യങ്ങളാണ്. ഇറാദത്ത് ഉള്ളവരാണെങ്കിൽ, തൃപ്തരാണെങ്കിൽ താഗൂത്താണ്, തൃപ്തരല്ലെങ്കിൽ താഗൂത്തല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിന്ന് ചോദിക്കും, സൂറത്തു സബയിന്റെ 40-ാമത്തെ ആയത്തിൽ മലക്കോട് റബ്ബ് ചോദിക്കും, ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ, നിങ്ങളെ ആയിരുന്നോ അവർ ആരാധിച്ചിരുന്നതെന്ന് ചോദിക്കും. ഇവർ ആരാധിച്ചപ്പോൾ അവരെന്താ പറയാ? സുബ്ഹാനക അൻത വലിയ്യുനാ മിൻ ദൂനിഹിം, പടച്ചറബ്ബേ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവരായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നവർ പറയും. അപ്പോൾ അവരതിൽ നിന്നും കഴിവ് പ്രഖ്യാപിച്ചവരാണ് എന്നർത്ഥം. പിന്നെ ഇനി അടുത്ത ഒരായത്താണ് സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്ത്. നമുക്കത് എടുക്കാൻ സമയം ഉണ്ടാവൂലല്ലോ. ഏതായാലും വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിൻ്റെ പ്രത്യേകത എന്താണ്? പിന്നെ വളരെ ഉന്നതമായ ഒരുപാട് ഉപദേശങ്ങൾ അടങ്ങിയ, ഓരോ മുസ്ലിമും തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് ഉപദേശങ്ങൾ അടങ്ങിയ ആയത്തുകളാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ 23 മുതൽ സൂറത്തുൽ ഇസ്രാഇന്റെ 39 വരെയുള്ള ആയത്തുകൾ. അതുവരെയുള്ള ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ഒരുപാട് ഉപദേശങ്ങൾ വിശ്വാസികൾക്കായി നൽകുകയാണ്. അപ്പോൾ ഈ ആയത്തുകൾ നമ്മൾ വീട്ടിൽ പോയിട്ടൊരു പണി തരാം. 18 വസിയത്താണ് അതിലുള്ളത്. എത്ര വസിയത്ത്? 18 വസിയത്തുകൾ. ഓരോ മുസ്ലിമും തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ, മർമ്മപ്രധാനമായ 18 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിനോടുള്ളത് അള്ളാഹു പറയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ആയത്തുകൾ അള്ളാഹു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ അള്ളാഹു പറയണം എന്താ?
18 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. ഫസ്റ്റ് പോയിന്റ് അതാണ്. നിങ്ങൾ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ഇനി ആ ആയത്തുകൾ അള്ളാഹു അവസാനിപ്പിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു അവസാനിപ്പിക്കുമ്പോഴും അള്ളാഹു പറയണം എന്താ, വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതുൽഖാ ഫി ജഹന്നമ മലൂമൻ മദ്ഹൂറ. അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ നീ സ്വീകരിക്കരുത്. അപ്പോൾ തുടക്കവും അവസാനവും തൗഹീദാണ്, ഷിർക്കിൽ നിന്നുള്ള വിലക്കാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ തുടക്കവും അവസാനവും അതിൻ്റെ മധ്യവും എല്ലാം എന്താണ്? തൗഹീദാണ്. തൗഹീദാണ് മർമ്മപ്രധാനമായ ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ് എന്ന് ആ ഒരു ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, ഒരാൾ വിശ്വാസിയായി മുഅ്മിനായി ജീവിതം ആരംഭിക്കുന്നത് എന്തിലൂടെയാണ്? തൗഹീദിലൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലൂടെയാണ്. ഒരു വിശ്വാസി തൻ്റെ പരലോക ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ ഭൂമി ലോകത്ത് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവസാനമായി പറയേണ്ട വാചകം എന്താണ്? മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ജീവിച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടി മരണപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലേ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും അതിൻ്റെ ജീവിതം ഒട്ടുക്കും അതുപോലെ അവൻ്റെ അന്ത്യവും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം, തൗഹീദായിരിക്കണം എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഒരു വർക്കും കൂടി തരാം. ആദ്യത്തെ വർക്ക് ചെയ്യുന്നവർക്ക് രണ്ടാമത്തെ വർക്ക് ചെയ്യണ്ട, രണ്ടാമത് ചെയ്യുന്നവർ ആദ്യത്തെ ചെയ്യണ്ട. ഖലാ എന്ന് പറഞ്ഞ വാക്ക് ഖുർആനിൽ നമ്മൾ ബഅസയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. ഖലാ എന്ന് പറഞ്ഞ വാക്കും ഖുർആനിൽ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. അല്ലേ? ഖലാ 2 എണ്ണമുണ്ട്. ഒന്ന് ശറഈയായ ഖലാ, മതപരമായ ഖലാ. ഇവിടെ പറയണം വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. ഈ ആയത്തുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ മതപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഖലാ എന്താ? ശറഈയാണ്, മതപരമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഖലാ ആണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. ഇനി പ്രാപഞ്ചികമായ കാര്യങ്ങൾ റബ്ബ് തീരുമാനിച്ചതിനെ, അള്ളാഹു തീരുമാനമെടുത്തതിന് അള്ളാഹുവിൻ്റെ വിധികളെ, പ്രാപഞ്ചികമായ വിധികളെക്കുറിച്ചും ഖുർആനിൽ എന്തുണ്ട്? ഖലാ എന്ന് പറഞ്ഞ പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനുമുള്ള കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി വരാം. 2-3 ഉദാഹരണങ്ങൾ എന്ത് ചെയ്താൽ മതി? കിട്ടുന്നത് എത്രയാണോ അത് എഴുതിയിട്ട് വരാം. ഖലാ എന്നുള്ളത് ശറഈയായ അർത്ഥത്തിൽ പ്രയോഗിച്ചതും പ്രാപഞ്ചികമായ കൗനിയായ അർത്ഥത്തിൽ പ്രയോഗിച്ചതും. അപ്പം അതിനെന്താ മാർഗം? ഖലാ എന്ന് പറഞ്ഞ വാക്ക് വന്ന ആയത്തുകൾ ഏതൊക്കെ നോക്കുക, ആയത്തിൻ്റെ പരിഭാഷ മറച്ചു നോക്കുക. ആ പരിഭാഷയിൽ ആയത്ത് നോക്കിയാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ വായിച്ചു നോക്കും, മനസ്സിലാവും. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖലാ 2 രൂപത്തിലാണ്. അള്ളാഹിൻ്റെ ഖലാ 2 രൂപത്തിലാണ്, മതപരമുണ്ട്, പ്രാപഞ്ചികമുണ്ട്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഈ ആയത്തിൽ പറഞ്ഞ ഖലാ മതപരമായ ഖലാ ആണോ പ്രാപഞ്ചികമായ ഖലാ ആണോ. അപ്പം അങ്ങനെയുള്ള ആയത്തുകൾ കണ്ടെത്തി എഴുതിയിട്ട് അത് ഏത് ഖലാ ആണെന്ന് ഒന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് കഴിയുന്നവർ ഒക്കെ ചെയ്തു വരിക. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഉള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സഹവസിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടുള്ള ആസ്വാദനം, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു സുബ്ഹാനഹു തആല മഹത്തായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇരു ലോകത്തും സൗഖ്യപൂർണ്ണമായ ജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വ്യത്യസ്ത പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശാശ്വതമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും കഷ്ടതകളും നീക്കിക്കൊടുത്ത് സമാധാനപൂർണ്ണമായ സന്തോഷഭരിതമായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനവും രക്ഷയും വിജയവും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.